മാതാപിതാക്കളുടെ വിശ്വാസ ആചാരങ്ങളോട് മക്കൾ യോജിക്കാതെ വന്നാൽ അത് ആരുടെ തെറ്റുകൊണ്ടാണ്? അങ്ങനെ യോജിക്കാതെ വരുന്നതിൽ ആരെയെങ്കിലും കുറ്റപ്പെടുത്തേണ്ടതുണ്ടോ? നമുക്കൊന്ന് ചിന്തിക്കാം. മിക്കവാറും ക്രിസ്തീയ വീടുകളുടെ ഭിത്തിയിൽ കാണാറുള്ള ഒരു ബൈബിൾ വാക്യമാകുന്നു യോശുവയുടെ പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം. എല്ലാവർക്കും അറിയാമല്ലോ, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഇത് വളരെ നല്ല ഒരു മാതൃകയാണ്, അങ്ങനെ ഒരു വാക്യം അവിടെയുള്ളത്. ഇത് പല ആളുകൾക്കും ഒരു അലങ്കാരം എന്നതിലുപരിയായി മറ്റ് പ്രയോജനമൊന്നും അല്ലെങ്കിൽ മറ്റർത്ഥമൊന്നും ഇതിന് തോന്നാറില്ല. നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒരു വാക്യമുണ്ടെങ്കിൽ അതൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. ഇനിയും വേറൊരു കൂട്ടം ആളുകൾ അവർ ചിന്തിക്കുന്നത് മാതാപിതാക്കൾ അനുഷ്ഠിച്ചു വന്നതുപോലെ മക്കളും എല്ലാം അനുഷ്ഠിച്ചെങ്കിൽ മാത്രമേ കുടുംബമായി യഹോവയെ സേവിക്കുന്നു എന്ന് പറയുവാൻ സാധിക്കൂ എന്നത്രേ. ഒരു ഉദാഹരണം ഞാൻ പറയാം. അപ്പനും അമ്മയും പോകുന്ന ആരാധനയ്ക്കും അപ്പനും അമ്മയും പോകുന്ന പ്രാർത്ഥനയ്ക്കും മാത്രം മക്കൾ പോകണമെന്ന് നിർബന്ധിക്കുന്ന പലരുമുണ്ട്. അപ്പനും അമ്മയും അനുഷ്ഠിച്ചു വന്ന എല്ലാ അനുഷ്ഠാനങ്ങളും അതുപോലെ അനുഷ്ഠിക്കുക, അല്ലാത്തതൊന്നും കുടുംബമായി ദൈവത്തെ സേവിക്കുകയല്ല പോലും. ഇങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് ഒരുപാട് ദോഷമുണ്ട്. മലയാളം മനസ്സിലാകാത്ത മക്കളെയോ കൊച്ചുമക്കളെയോ നിർബന്ധിച്ച് മലയാള ആരാധനയിൽ സംബന്ധിപ്പിച്ച് നിർവൃതി അടയുന്ന ഒരുപാട് മാതാപിതാക്കൾ മക്കൾക്ക് പ്രയോജനം ഉണ്ടാകുന്നുണ്ടോ എന്ന് ചിന്തിക്കാതെ അതൊക്കെ ചെയ്യുന്നുണ്ട്. മാതാപിതാക്കളുടെ വിശ്വാസ ആചാരങ്ങളിൽ തുടരുന്നത് നല്ലതാണ്, അതിനെ ഞാൻ കുറ്റപ്പെടുത്തത്തില്ല. എന്നാൽ മക്കൾക്ക് അർത്ഥമായി തോന്നാത്ത ആചാരങ്ങളിൽ അവരെ നിർബന്ധിച്ച് നിർത്തുവാൻ ഈ വാക്യം ഒരു ആയുധമാക്കരുത്. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ അവർ നിന്നില്ല എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് കുറ്റബോധവും തോന്നേണ്ടതില്ല. അവർ ദൈവത്തെ സേവിക്കുന്നു എന്ന് മാത്രം ഉറപ്പാക്കുക. ഇവിടെ യോശുവ പറയുന്നത് പോലെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സേവിക്കുവാൻ മക്കളെ പഠിപ്പിക്കുകയാണ് വേണ്ടത്. അനേകം വർഷങ്ങളിലെ കാത്തിരിപ്പിന് ശേഷം ഇസ്രായേൽ ജനം ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്ത കനാൻ ദേശത്ത് പ്രവേശിച്ച് ദേശം കൈവശമാക്കി. യോശുവ അവർക്ക് ദേശം വിഭാഗിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും അവരുടെ സ്വാതന്ത്ര്യത്തിന് പോകുവാൻ അവർക്ക് സാധിക്കും. കാരണം യോശുവ എല്ലാം അവർക്ക് വിഭാഗിച്ചു കൊടുത്തു. അങ്ങനെ വരുമ്പോൾ യോശുവ അവരോട് പറയുന്നത്, നിങ്ങൾ ഏത് തിരഞ്ഞെടുക്കുമെന്ന് ഇപ്പോൾ തീരുമാനിക്കുക. അടിമത്തത്തിൽ നിന്നും നിങ്ങളെ വിടുവിച്ച് മരുഭൂമിയിലൂടെ നിങ്ങളെ നടത്തി നിങ്ങളെയും നിങ്ങളുടെ പിതാക്കന്മാരെയും സംരക്ഷിച്ച് പാലും തേനും ഒഴുകുന്ന ഈ ദേശം നിങ്ങൾക്ക് അവകാശമായി തന്ന യഹോവയെ വേണോ, അതോ താൽക്കാലികമായ സന്തോഷത്തിനും ജഡീക സംതൃപ്തിക്കും സഹായിക്കാം എന്ന് വാക്ക് പറയുന്ന ഈ നാട്ടിലെ ദൈവങ്ങളെ വേണോ എന്ന് നിങ്ങൾക്കിപ്പോൾ തീരുമാനിക്കാം. നിങ്ങൾ എന്ത് തീരുമാനിച്ചാലും ഞങ്ങൾ കുടുംബമായി യഹോവയെ സേവിക്കുവാൻ ആണ് തീരുമാനിച്ചിരിക്കുന്നത്. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ വിളിക്കുന്ന മാതാപിതാക്കളുടെ തലമുറ ദൈവത്തെ തന്നെ പിൻപറ്റും എന്നത് സ്വാഭാവികമാണ്. ചില സമയത്തൊക്കെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. പ്രാർത്ഥന നിർത്തരുത്. അവർ ദൈവത്തിൻ്റെ സമയത്ത് ദൈവഭാഗത്തേക്ക് വരും. ഈ ആയുസ്സിൽ നമ്മുടെ കുടുംബങ്ങൾക്ക് നൽകുവാൻ നമുക്ക് സാധിക്കുന്ന ഏറ്റവും വലിയ സമ്പത്ത് അടുത്ത തലമുറയെ ദൈവഭക്തിയുള്ളവരായി വളർത്തുക എന്നുള്ളതാണ്. അതായിരിക്കണം നമ്മുടെ മുൻഗണന. ഇത് മുൻഗണനയാണെങ്കിൽ പിന്നെ പണമുണ്ടാക്കിയാലും പദവിയുണ്ടായാലും ഒന്നും നമുക്ക് ലജ്ജിക്കേണ്ടി വരില്ല. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം 1 മുതൽ
15 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നാം ഒരുമിച്ച് പഠിക്കുവാൻ പോകുന്നത്. ഭാഗമെടുത്താട്ടെ. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം 1-ാം വാക്യം. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം. യോശുവ അവിടെ പറയുന്നത്, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാകുന്നു കുടുംബം എന്നുള്ളത്. കുടുംബം നല്ലതാകുന്നുവെങ്കിൽ ജീവിതത്തിൽ എല്ലാ രംഗത്തും നല്ലതായി മുൻപോട്ട് പോകുവാൻ സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം കുടുംബം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത്രമാത്രം സ്വാധീനം ചെലുത്തുന്നതാണ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം, മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം, ഈ ബന്ധങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ഒന്നാകുന്നു. ഈ ബന്ധങ്ങളിൽ ഉരസലുകളുണ്ടെങ്കിൽ, ഉലച്ചിലുണ്ടെങ്കിൽ തീർച്ചയായും സ്വസ്ഥത ഒരിക്കലും ഉണ്ടാകില്ല. അസ്വസ്ഥമായ ഒരു കുടുംബജീവിതം ആരെയും എങ്ങും കൊണ്ടെത്തിക്കുന്നില്ല എന്ന കാര്യം ഓർക്കണം. ഒരുമിച്ച് കുടുംബമായി നിൽക്കുവാൻ സാധിക്കുന്ന ആൾ ജീവിതത്തിൽ വിജയിച്ചു നിൽക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് ഒരു ഘടകം മാത്രമാകുന്നു എന്ന കാര്യം ഞാൻ മറന്നു പോകുന്നില്ല. അതുകൊണ്ടാണ് 127-ാം സങ്കീർത്തനത്തിലേക്ക് നാം വരുമ്പോൾ സങ്കീർത്തനക്കാരൻ വളരെ കൃത്യമായി പറയുന്നത് കുടുംബം എത്രമാത്രം പ്രധാനപ്പെട്ടതാകുന്നു എന്ന്. 127-ാം സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങളിൽ സങ്കീർത്തനക്കാരൻ പാടുകയാണ്, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു, യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നു. നിങ്ങൾ അധികാലത്ത് എഴുന്നേൽക്കുന്നതും നന്നാ താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ. തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു. എന്താണ് ഇവിടുത്തെ അർത്ഥം? കുടുംബത്തിൻ്റെ ആരംഭം ദൈവത്തിലുള്ള ആശ്രയമായിരിക്കണം. ഏതൊരു കുടുംബത്തെയും ഒരുമിച്ച് നിർത്തുന്ന വസ്തുത ദൈവത്തിലുള്ള ആശ്രയമാകുന്നു. എന്നിട്ട് നാം വായിക്കുന്നു, കുടുംബം വിപുലമാകുന്നത് എപ്രകാരമാകുന്നു? 3-4 വാക്യങ്ങളിൽ, മക്കളെ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ. വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. ഇവിടെ എങ്ങനെയാകുന്നു ഒരു കുടുംബം ശക്തമായി മുൻപോട്ട് പോകുവാൻ സാധിക്കുന്നത്, വിപുലമാകുന്നത്? അതെ, കുടുംബത്തിലെ പരിശീലനം, കുടുംബത്തിലെ ആരാധന, കുടുംബത്തിലെ സൗഹാർദ്ദം, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാകുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടതായി നിൽക്കുന്നത് ഒരുമിച്ച് നിന്ന് ദൈവത്തെ സേവിക്കുവാൻ സാധിക്കുന്നതാണ്. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായത്തിൽ യോശുവ വീണ്ടും ജനത്തെ ഒന്നിച്ചു കൂട്ടി വരുത്തുന്നു. അവർ യഹോവയുടെ സന്നിധിയിൽ വന്നു. ദൈവം അവരോട് പറയുവാൻ ആഗ്രഹിക്കുന്ന അവരുടെ പിൽക്കാല ചരിത്രവും അവരോടുള്ള ദൈവത്തിൻ്റെ കൃപയോട് കൂടിയ പ്രവർത്തനങ്ങളും യോശുവ അവരോട് പ്രഖ്യാപിച്ചു. 24-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, അനന്തരം യോശുവ ഇസ്രായേൽ ഗോത്രങ്ങളെ എല്ലാം ശേഖേമിൽ കൂട്ടി ഇസ്രായേലിൻ്റെ മൂപ്പന്മാരെയും തലവന്മാരെയും ന്യായാധിപന്മാരെയും പ്രമാണികളെയും വിളിച്ചു. അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നു നിന്നു. അപ്പോൾ യോശുവ സർവ്വജനത്തോടും പറഞ്ഞതെന്തെന്നാൽ, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിൻ്റെയും നാഹോറിൻ്റെയും പിതാവായ തേരഹ് പണ്ട് നദിക്കക്കരെ പാർത്ത് അന്യദൈവങ്ങളെ സേവിച്ചു പോന്നു. ഇവിടെ നമുക്ക് മുമ്പ് അറിയാൻ പാടില്ലായിരുന്ന ഒരു കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നു. അബ്രഹാമിനെ കൽദയ പട്ടണമായ ഊർ ദേശത്തു നിന്ന് വിളിച്ചപ്പോൾ ദൈവം അവനെ അന്യദൈവങ്ങളെ ആരാധിക്കുന്ന, ബിംബങ്ങളെ ആരാധിക്കുന്ന ഒരു ഭവനത്തിൽ നിന്നാണ് വിളിച്ചുകൊണ്ട് വന്നത്. അബ്രഹാമിൻ്റെ പിതാവായ തേരഹ് അന്യദൈവങ്ങളെ സേവിച്ചിരുന്നു എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുത്ത് അവനിൽ നിന്ന് ഒരു ജാതിയെ വാർത്തെടുത്തത് എന്തിനാണെന്ന ചോദ്യം ഈ ഭാഗത്ത് ഉയർന്നു വരാവുന്നതത്രേ. പശ്ചാത്തലം നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ബാബേൽ ഗോപുരത്തിൻ്റെ ശേഷം മനുഷ്യർ പൂർണ്ണമായും ദൈവത്തിൽ നിന്ന് അകന്നുപോയി. യാതൊരു വ്യക്തിയും അബ്രഹാമിൻ്റെ പിതാവായ തേരഹ് പോലും ദൈവത്തെ സേവിച്ചിരുന്നില്ല. ദൈവം ജനത്തിൻ്റെ ഭാഷ പിണക്കിയപ്പോൾ അവർ പല ദിക്കിലേക്ക് ചിതറിപ്പോയി. അവരൊക്കെയും ജീവനുള്ള സത്യദൈവത്തെക്കുറിച്ചുള്ള അറിവുണ്ടായിരുന്ന ആളുകളായിരുന്നു. അതുകൊണ്ടത്രേ സത്യദൈവത്തെ ആരാധിക്കുന്നില്ലെങ്കിലും ജാതികൾക്ക് പോലും സത്യദൈവത്തെക്കുറിച്ചുള്ള അറിവുള്ളതായി നാം കാണുന്നത്. ബാബേൽ ഗോപുരത്തിൻ്റെ സംഭവത്തിന് ശേഷം പൂർണ്ണമായ വിശ്വാസ പരിത്യാഗമാണ് ഉണ്ടായത്. വിശ്വാസം ത്യജിച്ചു കളഞ്ഞ അവസ്ഥ. ദൈവം തൻ്റെ വ്യക്തിത്വത്തിനും സ്വഭാവത്തിനും യോജിക്കുന്ന വിധത്തിൽ എന്താണ് ചെയ്യുവാൻ പോകുന്നത്? മനുഷ്യ കുടുംബത്തെ ന്യായം വിധിച്ച് ഭൂമുഖത്തു നിന്ന് നീക്കിക്കളയുവാൻ അവന് കഴിയുമായിരുന്നു.
ചന്ദ്രനെ പോലെ വേണമെങ്കിൽ ഭൂമിയെയും അവന് ആക്കി തീർക്കാമായിരുന്നു. എന്നാൽ ദൈവം അപ്രകാരം ചെയ്തില്ല. അവൻ മനുഷ്യജാതിയെ നന്നാക്കിയെടുക്കും. അവനൊരു വ്യക്തിയിൽ തൻ്റെ പ്രവർത്തനം ആരംഭിക്കും. ആ മനുഷ്യനായിരുന്നു അബ്രഹാം. അബ്രഹാമിൻ്റെ ഹൃദയത്തിൽ ജീവനുള്ള സത്യദൈവത്തെ അറിയുന്നതിനും സേവിക്കുന്നതിനുമുള്ള ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കണം. ദൈവം അബ്രഹാമിനെ വിളിച്ചപ്പോൾ അവൻ അവൻ്റെ വീട്ടുകാരെയും ഊർ ദേശത്തെയും വിട്ടുപോകുവാനായി ദൈവം അവനോട് കൽപ്പിച്ചു. അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും. തേരഹ് ഒരു അന്യദൈവങ്ങളെ ആരാധിക്കുന്ന മനുഷ്യനായിരുന്നു. അബ്രഹാമിനെ ഒരു ജാതിയാക്കി തീർക്കുന്നതിനും ആ ജാതിയിൽ നിന്ന് ലോകത്തിലേക്ക് മശിഹായെ അയക്കേണ്ടതിനുമായി ദൈവം അബ്രഹാമിനോട് പ്രത്യേകമായി ഇടപെടുന്നതിനു വേണ്ടി അവൻ്റെ സകല സാഹചര്യങ്ങളും വിട്ടുപോരുവാനായി അവനെ വിളിച്ചു. ദൈവം ആ ജാതിയെ മിസ്രൈമിലെ ഇഷ്ടികക്കളത്തിൽ നിന്ന് സംഘടിപ്പിച്ച് അവിടെ നിന്ന് രൂപപ്പെടുത്തി അവരെ ഇപ്പോൾ കൊണ്ടുവരികയാണ്. അതെ സുഹൃത്തെ, എന്നെയും താങ്കളെയും ഏത് വിധത്തിലെങ്കിലും രൂപപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതെ, അങ്ങനെ അവൻ ആഗ്രഹിക്കുമ്പോൾ അതിനായി അവൻ നമ്മെ തീച്ചുളയുടെ അനുഭവത്തിൽ കൂടി ചിലപ്പോൾ നടത്തിയെന്ന് വന്നേക്കാം. അത് ഒരിക്കലും നമ്മെ ദഹിപ്പിച്ച് കളയുവാനല്ല, ഒരിക്കലും നമ്മെ നശിപ്പിച്ച് കളയുവാനല്ല, പിന്നെയോ നമ്മെ പ്രയോജനമുള്ളവരാക്കി രൂപപ്പെടുത്തുവാനായിട്ടാണ്. ഈ യോശുവയുടെ പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ നമുക്കിനി നോക്കാം. 3 മുതൽ 7 വരെ ഞാൻ വായിക്കാൻ പോകുകയാണ്. എന്നാൽ ഞാൻ നിങ്ങളുടെ പിതാവായ അബ്രഹാമിനെ നദിക്കക്കരെ നിന്ന് കൊണ്ടുവന്ന് കനാൻ ദേശത്തൊക്കെയും സഞ്ചരിപ്പിച്ചു. അവൻ്റെ സന്തതിയെ വർദ്ധിപ്പിക്കുകയും അവൻ ഇസഹാക്കിനെ കൊടുക്കുകയും ചെയ്തു. ഇസഹാക്കിന് ഞാൻ യാക്കോബിനെയും ഏശാവിനെയും കൊടുത്തു. ഏശാവിന് ഞാൻ സെയീർ പർവ്വതം അവകാശമായി കൊടുത്തു. എന്നാൽ യാക്കോബും അവൻ്റെ മക്കളും മിസ്രൈമിലേക്ക് പോയി. പിന്നെ ഞാൻ മോശയെയും അഹരോനെയും അയച്ചു. ഞാൻ മിസ്രൈമിൽ പ്രവർത്തിച്ച പ്രവർത്തികളാൽ അതിനെ ബാധിച്ചു. അതിൻ്റെ ശേഷം നിങ്ങളെ പുറപ്പെടുവിച്ചു. അങ്ങനെ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചു. നിങ്ങൾ കടലിന് അരികെ എത്തി. മിസ്രൈമ്യ രഥങ്ങളോടും കുതിരകളോടും കൂടെ ചെങ്കടൽ വരെ നിങ്ങളുടെ പിതാക്കന്മാരെ പിന്തുടർന്നു. അവർ യഹോവയോട് നിലവിളിച്ചപ്പോൾ അവൻ നിങ്ങൾക്കും മിസ്രൈമ്യർക്കും മധ്യേ അന്ധകാരം വെച്ച് കടൽ അവരുടെ മേൽ വരുത്തി അവരെ മൂടിക്കളഞ്ഞു. ഇങ്ങനെ ഞാൻ മിസ്രൈമ്യരോട് ചെയ്തത് നിങ്ങൾ കണ്ണാലെ കണ്ടു. നിങ്ങൾ ഏറിയ കാലം മരുഭൂമിയിൽ കഴിച്ചു. തനിക്ക് ഈ ഇസ്രായേൽ ജനത്തോടുണ്ടായിരുന്ന കരുതലിനെക്കുറിച്ച് ദൈവം തുടർന്ന് പറയുന്നു. അവരോട് യുദ്ധം ചെയ്ത അമോര്യരുടെ കയ്യിൽ നിന്ന് അവരെ വിടുവിച്ചത്, അവരെ ശപിക്കുവാൻ ശ്രമിച്ച ബിലെയാമിൽ നിന്ന് രക്ഷിച്ചത്, യോർദാൻ മറുകര കടക്കുവാൻ അവരെ സഹായിച്ചത്, അവർക്കെതിരെ യുദ്ധം ചെയ്ത ദേശനിവാസികളിൽ നിന്ന് അവരെ വിടുവിച്ചത്, എല്ലാ സംഗതികളും ദൈവം അവരെ എങ്ങനെയാണ് പരിപാലിച്ച് നടത്തിയത് എന്നുള്ള കാര്യം അവരോട് പറയുന്നു. ഒന്നാമതായി അവരെ അന്യദൈവങ്ങളെ ആരാധിക്കുന്ന, തങ്ങൾക്ക് ആത്മികമായി വളരുവാൻ സാധിക്കാത്ത ഒരു ചുറ്റുപാടിൽ നിന്നും അവരെ വെളിയിൽ കൊണ്ടുവന്നു. അബ്രഹാമിനെ വെളിയിൽ കൊണ്ടുവന്നു. മിസ്രൈമിൻ്റെ അടിമത്വത്തിൽ നിന്നും ഇസ്രായേൽ മക്കളെ വെളിയിൽ കൊണ്ടുവന്നു. ആ വെളിയിൽ കൊണ്ടുവന്നതിന് ശേഷം ഓരോ കാൽവെപ്പും അവരെ ദൈവം എങ്ങനെയാകുന്നു നടത്തിയത് എന്ന് നാം കാണുന്നു. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നോക്കാം. 7 നാം വായിച്ചില്ല, 8 മുതൽ 13 വരെ. പിന്നെ ഞാൻ നിങ്ങളെ യോർദാൻ അക്കരെ പാർത്തിരുന്ന അമോര്യരുടെ ദേശത്തേക്ക് കൊണ്ടുവന്നു. അവൻ നിങ്ങളോട് യുദ്ധം ചെയ്തു. നിങ്ങൾ അവരുടെ ദേശം കൈവശമാക്കേണ്ടതിന് ഞാൻ അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു. നിങ്ങളുടെ മുമ്പിൽ നിന്ന് നശിപ്പിച്ചു കളഞ്ഞു. അനന്തരം സിപ്പോറിൻ്റെ മകൻ മോവാബ്യ രാജാവായ ബാലാക്ക് പുറപ്പെട്ട് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. നിങ്ങളെ ശപിപ്പാൻ ബെയോരിൻ്റെ മകനായ ബിലെയാമിനെ വിളിപ്പിച്ചു. എങ്കിലും എനിക്ക് ബിലെയാമിൻ്റെ അപേക്ഷ കേൾപ്പാൻ മനസ്സില്ലായകിയാൽ അവൻ നിങ്ങളെ അനുഗ്രഹിച്ചു. ഇങ്ങനെ ഞാൻ നിങ്ങളെ അവൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ചു. പിന്നെ നിങ്ങൾ യോർദാൻ കടന്ന് യെരിഹോവിലേക്ക് വന്നു. യെരിഹോ നിവാസികൾ അമോര്യർ, പെരസ്യർ, കനാന്യർ, ഹിത്യർ, ഗിർഗസിയർ, ഹിവ്യർ, എബൂസിയർ എന്നിവർ നിങ്ങളോട് യുദ്ധം ചെയ്തു.
ഞാൻ അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഞാൻ നിങ്ങളുടെ മുമ്പിൽ കടന്നലിനെ അയച്ചു. അത് നിങ്ങളുടെ മുമ്പിൽ നിന്ന് അമോര്യരുടെ ആ 2 രാജാക്കന്മാരെ ഓടിച്ചു കളഞ്ഞു. നിന്റെ വാളുകൊണ്ടല്ല, നിന്റെ വില്ലുകൊണ്ടുമല്ല, നിങ്ങൾ പ്രയത്നം ചെയ്യാത്ത ദേശവും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും ഞാൻ നിങ്ങൾക്ക് തന്നു. നിങ്ങൾ അവയിൽ പാർക്കുന്നു. നിങ്ങൾ നട്ടിട്ടില്ലാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും നിങ്ങൾക്ക് അനുഭവമായിരിക്കുന്നു. ഇവിടെ ദൈവം അവരെ നടത്തുന്ന വിധം വീണ്ടും അവരോട് പറയുകയാണ്. ഇപ്പോൾ ഇസ്രായേൽ ജനം വാഗ്ദത്ത ദേശത്ത് പാർക്കുകയാണ്. അവിടെ സമൃദ്ധിയുടെ സമയത്ത്, സന്തോഷത്തിൻ്റെ സമയത്ത്, സ്വസ്ഥതയുടെ സമയത്ത് അവർ എത്തിച്ചേർന്നിരിക്കുകയാണ്. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന സംസ്കാരത്തിൽ നിന്ന് അവർ പൂർണ്ണമായി വിടുതൽ പ്രാപിക്കാത്തതിനാൽ അവരുടെ ചുറ്റിലും അന്യദൈവങ്ങളെ ആരാധിക്കുന്നവരായിരുന്നു ഉണ്ടായിരുന്നത്. അവർ വാസ്തവത്തിൽ അപകടകരമായ സാഹചര്യത്തിലായിരുന്നു. ഇത് മനസ്സിലാക്കിക്കൊണ്ട് യോശുവ അവരെ ദൈവസന്നിധിയിൽ ഒരു പൂർണ്ണമായ സമർപ്പണത്തിനു വേണ്ടി ആഹ്വാനം ചെയ്യുന്നു. യോശുവ പറയുന്നത് ഇനിയും ശ്രദ്ധിച്ചാട്ട് 14-15 വാക്യങ്ങളിൽ, ആകയാൽ നിങ്ങൾ യഹോവയെ ഭയപ്പെട്ട് അവനെ പരമാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ സേവിപ്പീൻ. നിങ്ങളുടെ പിതാക്കന്മാർ നദിക്കക്കരെയും മിസ്രൈമിലും വെച്ച് സേവിച്ച ദേവന്മാരെ ഉപേക്ഷിക്കുകയും യഹോവയെ തന്നെ സേവിക്കുകയും ചെയ്യുവിൻ. യഹോവയെ സേവിക്കുന്നത് നന്നല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നദിക്കക്കരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തു വരുന്ന ദേശത്തിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെ സേവിക്കുമെന്ന് ഇന്ന് തിരഞ്ഞെടുത്തുകൊള്ളുവീൻ. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. യോശുവയെ കൂടുതലായി അറിയുവാൻ കഴിയുന്നിടത്തോളം അവനോടുള്ള എൻ്റെ സ്നേഹം വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത്. വർഷങ്ങളോളം അവൻ മോശയുടെ തണലിൽ കഴിയുകയായിരുന്നു. അതിനാൽ യോശുവയിൽ ഒരു ചെറിയ മോശയാണ് നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നത്. എന്നാൽ യോശുവ ഒരു വലിയ വ്യക്തിയാകുന്നു. അവനെ തിരഞ്ഞെടുക്കുന്നതിൽ ദൈവത്തിന് തെറ്റുപറ്റിയില്ല. യോശുവ ഒരു സാധാരണക്കാരനായ വ്യക്തിയായിരുന്നെങ്കിലും ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ട ഒരു സാധാരണ ജീവിതം ദൈവത്തിന് വേണ്ടി എത്ര ശക്തമായി ഉപയോഗിക്കപ്പെടുവാൻ കഴിയുമെന്ന് ഈ പുസ്തകം വെളിപ്പെടുത്തുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ പിതാക്കന്മാർ ആരാധിച്ചിരുന്ന ആ വിഗ്രഹങ്ങളുടെ അടുക്കലേക്ക് മടങ്ങിപ്പോകണമോ? അതോ അമോര്യരുടെ ദേവന്മാരെയോ നിങ്ങൾക്ക് സേവിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ ആകാം. നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാനുള്ള അവകാശമുണ്ട്. എല്ലാ മനുഷ്യനും തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം ദൈവം തന്നിട്ടുണ്ട്. നാം എന്ത് തിരഞ്ഞെടുക്കും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ആത്യന്തികമായുള്ള സന്തോഷമോ സമാധാനമോ ജീവിതത്തിൻ്റെ സംതൃപ്തി. നിങ്ങൾ ആരെ തിരഞ്ഞെടുക്കും? ഇതാ നിങ്ങളുടെ മുൻപിൽ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എല്ലാ നിമിഷവും നാം തിരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടവരാണ്. രാവിലെ കട്ടിൽ നിന്ന് നാം ഉണർന്നു കഴിയുമ്പോൾ എഴുന്നേൽക്കണമോ അല്പം കൂടെ കിടക്കണമോ നാം ഒരു തിരഞ്ഞെടുപ്പ് നടത്തി നോക്കൂ. ആരും യാദൃച്ഛികമായി അങ്ങനെ എഴുന്നേറ്റ് വരുന്നില്ല. ഒരു തിരഞ്ഞെടുപ്പ്. അതിനുശേഷം നാം എന്ത് ചെയ്യണം? അതിനുശേഷം നാം എന്ത് ചെയ്യണം? ഒരു ദിവസം എത്ര 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 തിരഞ്ഞെടുപ്പുകളാണ് നാം നടത്തുന്നത്. ഈ തിരഞ്ഞെടുപ്പുകളെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം. ഇവിടെ യോശുവ പറയുകയാണ്, നിങ്ങൾ എന്ത് തിരഞ്ഞെടുക്കും? എന്നിട്ട് തൻ്റെ അനുഭവം താൻ വളരെ ഗൗരവമായി തന്നെ പറയുന്നു. എന്നാൽ ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ദൈവത്തോട് ചെയ്ത നിയമത്തെ ഓർക്കുന്നതിന് ഇസ്രായേൽ ജാതിയുടെ ഓരോ ഗോത്രത്തിനും ലഭിച്ച ഒരു വലിയ വെല്ലുവിളിയായിരുന്നു അത്. അതെ, ഞാനും എൻ്റെ കുടുംബവുമോ. ഞങ്ങളൊരു തീരുമാനമെടുത്തു കഴിഞ്ഞു. ഇവിടെ യോശുവ കുടുംബം എന്ന് പറയുമ്പോൾ യോശുവയും ഭാര്യയും മക്കളും അല്ല, ആ വർഗം മുഴുവൻ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഉദ്ദേശിച്ചത് ഒരുപക്ഷെ അവരുടെ ആ ക്ലാൻ എന്ന് പറയുമല്ലോ, അത് മുഴുവൻ, അവരുടെ ആ ഗോത്രം മുഴുവൻ അവർ തീരുമാനിച്ചു അവർ ദൈവത്തെയാകുന്നു സേവിക്കുവാൻ പോകുന്നത്. പ്രിയ സുഹൃത്തെ, ജീവിതത്തിൽ തീരുമാനമെടുക്കേണ്ട സാഹചര്യം വരുമ്പോൾ എപ്രകാരത്തിലുള്ള തീരുമാനങ്ങളാകുന്നു താങ്കൾ എടുക്കാറുള്ളത്? താങ്കൾക്ക് സൗകര്യമെന്നും സന്തോഷമെന്നും തോന്നുന്ന തീരുമാനങ്ങൾ, തെറ്റാണെങ്കിലും അത് ചെയ്യുവാനായിട്ടാകുന്നുവോ താങ്കൾ താല്പര്യപ്പെടാറുള്ളത്? അതോ താങ്കളുടെ ജീവിതത്തിൽ വില കൊടുക്കേണ്ടി വന്നാലും ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാൻ താങ്കൾ മുതിരാറുണ്ടോ? യോശുവയുടെ ജീവിതത്തിൽ അവൻ വിജയിച്ചതിൻ്റെ ഒരു പ്രധാന കാരണവും ഇതുതന്നെയാണ്. സാധാരണക്കാരനായ ഒരു മനുഷ്യൻ,
യോശുവയെക്കുറിച്ച് നാം വായിക്കുന്ന മോശയുടെ ശുശ്രൂഷകനായിരുന്നു യോശുവ. നാം അധികം അറിയപ്പെടാതിരുന്ന ഒരു വ്യക്തിയായിരുന്നു യോശുവ. എന്നാൽ അവന് ഏറ്റവും അധികം ശക്തിയേറിയത് ഒരുപക്ഷെ അവൻ്റെ കുടുംബമായിരുന്നിരിക്കാം. ഞങ്ങൾ യഹോവയെ സേവിക്കും, ഞങ്ങൾക്ക് വേറെ ഒരു തീരുമാനമില്ല എന്ന് പറയുവാൻ സാധിച്ചതാണ് അവരുടെ അനുഗ്രഹം. എന്നെ കേൾക്കുന്ന താങ്കൾക്ക് ഒരു പക്ഷേ അങ്ങനെ പറയുവാൻ സാധിക്കാത്തൊരു സാഹചര്യമായിരിക്കാം. കാരണം കുഞ്ഞുങ്ങളൊക്കെ വളർന്നു, അവർക്ക് സ്വന്തം തീരുമാനമെടുക്കുന്ന സാഹചര്യത്തിൽ അവർ എത്തിച്ചേർന്നു. അതുകൊണ്ട് ഇന്ന് ഞാൻ പറഞ്ഞാൽ അവർ ശ്രദ്ധിക്കില്ല. ഞാൻ ഈ സത്യം മനസ്സിലാക്കിയത് വളരെ താമസിച്ചാണ്. ഞാനും വളരെയധികം തത്രപ്പാടിൽ മറ്റു പലതിലും ഓടി നടന്നു. തന്മൂലം കുഞ്ഞുങ്ങളോട് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുവാനും വീട്ടിൽ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുവാനും സാധിച്ചില്ല. എന്നാൽ ഇന്ന് ഞാനത് മനസ്സിലാക്കുന്നത് എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നൊരു പക്ഷേ താങ്കൾ ഇപ്പോൾ എന്നോട് ചോദിക്കുന്നുണ്ടാകും. ഞാൻ പറയട്ടെ, താങ്കൾക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കില്ലേ? ദൈവമേ, നീ കഴിഞ്ഞ കാലങ്ങളെ എന്നോട് പൊറുക്കണമേ. എൻ്റെ കുടുംബം മുഴുവനായി നിന്നെ സേവിക്കുന്നതായ, എൻ്റെ തലമുറകൾ നിന്നെ സേവിക്കുന്നതായ ഒരു സാഹചര്യത്തിലേക്ക് എന്നെ നീ കൊണ്ടുവരണമേ എന്ന് നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് താങ്കളുടെ ആത്മാർത്ഥതയെ മാനിച്ച് ദൈവം താങ്കളുടെ കുടുംബത്തെ ദൈവത്തെ സേവിക്കുന്ന കുടുംബമാക്കി തീർക്കും എന്നത്രേ. എന്നെ ശ്രദ്ധിക്കുന്നതായ പ്രിയ സഹോദര, പ്രിയ സഹോദരി, ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം ഇതാകുന്നു. നാം നമ്മുടെ വീട്ടിൻ്റെ ചുവരിൽ എഴുതി വെച്ചത് കൊണ്ടായില്ല. ദൈവത്തെ സേവിക്കുവാൻ നാം അതിനുള്ള വില കൊടുക്കണം, അതിന് സമയം ചിലവഴിക്കണം. കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്ന മാതാപിതാക്കളോട് ഞാൻ പറയട്ടെ, നാം വളരെയേറെ അതിനുവേണ്ടി സമയം ചിലവഴിക്കണം. ജീവിതത്തിൽ ഒരു കാര്യവും പൊടുന്നനവേ സാധിക്കുന്നില്ല. അങ്ങനെ ഉണ്ടാകുന്നത് തന്നെ അധികം നിലനിന്നെന്ന് വരില്ല. ഏതൊരു കാര്യത്തിനും നാം സമയം ചിലവഴിക്കണം, ശ്രദ്ധ കൊടുക്കണം, അതിനുവേണ്ടി വളരെയധികം പരിശ്രമിക്കേണ്ടതുണ്ട്. ദൈവത്തിൽ ആശ്രയിച്ച് നമ്മുടെ കുടുംബത്തെ വളർത്തിക്കൊണ്ടുവരുവാൻ, ദൈവഭാഗത്ത് നിലനിർത്തുവാൻ ഓരോ മാതാവും ഓരോ പിതാവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ അവർക്ക് ഒരു സമയത്ത് തിരിഞ്ഞു നിന്ന് പറയുവാൻ സാധിക്കൂ, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങളെ യഹോവയെ സേവിക്കുമെന്ന്. അതിനുവേണ്ടി കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കണം. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ കുടുംബ പ്രാർത്ഥന വളരെ അത്യാവശ്യമായും വീട്ടിലുണ്ടാകണം. ആ സമയത്താണ് അന്യോന്യം മനസ്സിലാക്കുവാനും ആത്മീകമായ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുവാനും നമുക്ക് സാധിക്കേണ്ടത്. ദൈവവചനം വായിക്കുവാനായിട്ട് നാം സമയമെടുക്കണം. ദൈവവചനം മനഃപ്പാഠം പഠിക്കുവാൻ നാം കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. മാതാപിതാക്കളും അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായ കാര്യമാണ്. ഈ വക കാര്യങ്ങൾ ചിട്ടയോടും നിഷ്ഠയോടും കൂടെ നാം ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായും നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. ചിലർ ചിന്തിക്കുന്നത് ഈ ആത്മീകമെന്ന് പറയുന്നതൊക്കെ വളരെ സങ്കുചിതമായ ഒരു ജാഗതിയാകുന്നു, ഏറ്റവും താണവരുടെയും കുറഞ്ഞവരുടെയുമായ കാര്യങ്ങളാകുന്നു എന്ന് ചിന്തിച്ച് ഉന്നതമായ കാര്യങ്ങൾക്ക് വേണ്ടി എടുത്തു ചാടും. അവസാനിക്കുന്നതോ ജീവിതവും കുടുംബവും എല്ലാം നഷ്ടപ്പെടുത്തിയൊരവസ്ഥ. പണമുണ്ടാക്കുന്നതും പ്രശസ്തരായി സമൂഹത്തിൽ ജീവിക്കുന്നതും സുഖകരമായ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതുമാകുന്നു ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമെങ്കിൽ ഞാൻ പറയട്ടെ സുഹൃത്തെ, അതിനേക്കാൾ എത്രയോ വിലപ്പെട്ട കാര്യങ്ങൾ നാം നഷ്ടപ്പെടുത്തുന്നു. സ്വസ്ഥതയില്ലാത്തൊരു കുടുംബം, ഉറക്കമില്ലാത്ത രാത്രികൾ, ജീവിതത്തിൽ സംഘർഷം. എങ്ങനെ ഇവിടെ തന്നെ ഒരു നരകത്തിൽ ജീവിക്കുവാൻ സാധിക്കും? എല്ലാറ്റിനേക്കാളും ഉപരി ഒടുവിലായി നിത്യനരകത്തിലേക്ക് പോകുന്ന അവസ്ഥ. ദൈവവചനം ഈ കാര്യത്തിൽ വളരെ വ്യക്തമാണ്, കൃത്യമാണ്. ദൈവത്തെ കൂടാതെയുള്ള ഓരോ ജീവിതവും നിത്യനരകത്തിലേക്കാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന താങ്കളുടെ ജീവിതത്തിൽ കുടുംബമായി ദൈവത്തെ സേവിക്കുവാനായി ഒരു തീരുമാനമെടുക്കുമോ? അതിനുവേണ്ടി എന്ത് വിലയും കൊടുക്കും എന്ന് തീരുമാനിക്കുമോ? അതിനുവേണ്ടി താങ്കളുടെ ജീവിതത്തിൽ ക്രമീകരിക്കേണ്ട കാര്യങ്ങൾ ക്രമീകരിക്കും, ചിട്ടപ്പെടുത്തേണ്ട കാര്യങ്ങൾ ചിട്ടപ്പെടുത്തും. അതിനുവേണ്ടി താങ്കൾ അപമാനം സഹിക്കേണ്ടി വന്നാൽ അപമാനം സഹിക്കും, പണം മുടക്കേണ്ടി വന്നാൽ പണം മുടക്കും, എന്ത് വില കൊടുത്തും സമയം അതിനുവേണ്ടി വേർതിരിക്കും എന്ന് തീരുമാനിച്ചാൽ ഞാൻ പറയട്ടെ, ദൈവം താങ്കളുടെ തീരുമാനത്തെ മാനിക്കും. നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബം അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം നമ്മെ സഹായിക്കും. അതാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിന് ആവശ്യം. സംതൃപ്തിയുള്ള സന്തോഷകരമായ കുടുംബങ്ങൾ. എത്രയോ കുടുംബങ്ങൾ ഛിന്നഭിന്നമായി പോകുന്നു.
ആർക്കും ആരോടും യാതൊരു കരുതലുമില്ലാത്ത അവസ്ഥ, കാര്യം കാണാൻ മാത്രമുള്ള ബന്ധങ്ങൾ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഇതൊരിക്കലും നമുക്ക് സന്തോഷം നൽകില്ല. ദൈവം അതിനായിട്ടല്ല കുടുംബത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. കുടുംബത്തെ ദൈവം ഉണ്ടാക്കിയത് മനുഷ്യന് ഏറ്റവും അധികം അനുഗ്രഹമായി തീരുവാനായിട്ടാണ്. വ്യക്തികൾക്ക് സന്തോഷവും സംതൃപ്തിയും സംരക്ഷണവും ലഭിക്കേണ്ട സാഹചര്യമാണ് കുടുംബം എന്നുള്ളത്. എന്നാൽ അതിന്ന് യുദ്ധക്കളം പോലെയാണ് പലയിടത്തും. അത് ഉണ്ടാകാതിരിക്കുവാൻ നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം, ദൈവത്തോട് നമുക്ക് ചേർന്ന് നിൽക്കാം. ഇന്നത്തെ പഠനം നിങ്ങൾക്ക് പ്രയോജനകരമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഈ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും വളരെ വളരെ നന്ദി. ഓരോ ദിവസവും ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനും പഠിക്കുവാനും ധ്യാനിക്കുവാനും നിങ്ങൾ കാണിക്കുന്ന ആ വലിയ താല്പര്യത്തിന് ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. ഇന്നത്തെ ഈ പഠനം മൂലം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അവിടുത്തെ വചനം ഞങ്ങൾക്ക് ഓരോ ദിവസവും നൽകിത്തരുന്നതോർത്ത് സ്തോത്രം. കർത്താവെ, അവിടുന്ന് തന്ന ദാനമാണല്ലോ കുടുംബങ്ങൾ. കുടുംബങ്ങൾ യഥാർത്ഥമായി ദൈവത്തെ സേവിക്കുന്നതായി തീരുവാൻ ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ ഭാഗം വളരെ സമർപ്പണത്തോടെ ചെയ്യുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വ്യത്യസ്തമായ സാഹചര്യത്തിൽ വളർത്തപ്പെടുന്ന കുഞ്ഞുങ്ങൾ ദൈവ ശബ്ദം കേട്ട് ദൈവവചനപ്രകാരം ജീവിപ്പാൻ പ്രാപ്തിയുള്ളവരായി തീരുവാൻ അവരെ സഹായിക്കണമേ. ഇന്ന് പ്രത്യേകിച്ച് ഈ വചനം കേട്ട എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വളരെ വിവേചനത്തോടെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുവാൻ മാതാപിതാക്കളെ നീ ശക്തീകരിക്കണമേ, സഹായിക്കണമേ. അങ്ങനെ ഞങ്ങളുടെ സഭകളും ഞങ്ങളുടെ സമൂഹവും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായി തീരുവാൻ അവിടുന്ന് ഞങ്ങളെ ഒരുക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്ന ഈ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. ഇന്ന് ഈ പഠനം ശ്രദ്ധിച്ചതിന് വളരെ നന്ദി. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.